കയ്യിൽ വയ്ക്കാൻ ഒരു പിടി അരി പോലുമില്ലാതെ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മുന്നിൽ നാണം കെട്ട് കടം വാങ്ങി ജീവിക്കുന്ന പാകിസ്ഥാൻ ഭരണാധികാരികൾക്ക് ഇപ്പോൾ വേറെ പണിയൊന്നുമില്ലേ? സ്വന്തം രാജ്യത്ത് ജനങ്ങൾ പട്ടിണി കൊണ്ട് വലയുമ്പോൾ അതിർത്തിക്കപ്പുറത്ത് നിന്ന് വീണ്ടും ഒരു കോമഡി നാടകവുമായി ഇറങ്ങിയിരിക്കുകയാണ് ഇവർ. കശ്മീരിനെ കുറിച്ച് വലിയ വർത്തമാനം പറയാൻ വന്ന പാകിസ്ഥാന്റെ കപടമുഖം ഇന്ത്യ ഇത്തവണ കീറിപ്പറിച്ച് അവരുടെ അണികളുടെ മുന്നിലേക്ക് തന്നെ വെച്ചു കൊടുത്തിരിക്കുന്നു. അതെ, പാകിസ്ഥാൻ കൊണ്ടാടുന്ന ആ വ്യാജ ഇസ്തേസൽ അഥവാ ചൂഷണ ദിനം എന്ന തട്ടിപ്പ് നാടകം ഇന്ത്യ പൊളിച്ചടുക്കിയ ആ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, എന്താണ് ഈ ആർട്ടിക്കിൾ 370 എന്നും പാകിസ്ഥാൻ എന്തിനാണ് ഇതിനെ ചൊറിഞ്ഞു നടക്കുന്നത് എന്നും നമുക്കൊന്ന് വ്യക്തമായി മനസ്സിലാക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവിയും സ്വയംഭരണ അവകാശങ്ങളും നൽകിയിരുന്ന ഒരു താൽക്കാലിക പ്രത്യേക വകുപ്പായിരുന്നു ആർട്ടിക്കിൾ 370. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടുകയും ജമ്മു കാശ്മീർ ഇന്ത്യയോടൊപ്പം ചേരാൻ തീരുമാനിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഈ പ്രത്യേക പദവി രൂപീകരിക്കപ്പെട്ടത്. ജമ്മു കാശ്മീരിന് സ്വന്തമായി ഒരു ഭരണഘടനയും പ്രത്യേക പതാകയും ഉണ്ടായിരിക്കാനും പ്രതിരോധവും വിദേശകാര്യവും ഒഴികെയുള്ള മറ്റ് കേന്ദ്ര നിയമങ്ങൾ നടപ്പിലാക്കാൻ അവിടുത്തെ സർക്കാരിന്റെ അനുമതി വേണമെന്നുമുള്ള പ്രത്യേകതകൾ ഇതിനുണ്ടായിരുന്നു. കശ്മീരിന് പുറത്തുനിന്നുള്ള ഇന്ത്യക്കാർക്ക് അവിടെ സ്ഥലമോ സ്വത്തോ വാങ്ങാൻ ഈ നിയമം ഒരു തടസ്സമായിരുന്നു. എന്നാൽ പതിറ്റാണ്ടുകളായി രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളുമായി കശ്മീരിനെ അകറ്റി നിർത്തുന്നതിനും വികസനം മുടക്കുന്നതിനും ഭീകരവാദത്തിന് വളം വയ്ക്കുന്നതിനും മാത്രമാണ് ഈ നിയമം സഹായിച്ചത്. ഈ സ്ഥിതിക്ക് മാറ്റം വരുത്തിക്കൊണ്ട് 2019 ഓഗസ്റ്റ് 5 നമ്മുടെ സർക്കാർ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത്. ഇതിലൂടെ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളയുകയും ആ പ്രദേശത്തെ ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിങ്ങനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയും ചെയ്തു. ഇതിനുശേഷം കശ്മീരിൽ സമാധാനവും അഭൂതപൂർവമായ വികസനവും സദ്ഭരണവുമാണ് ഉണ്ടായത്. ഈ ചരിത്രപരമായ മാറ്റത്തിൽ വിറളി പൂണ്ട് കഴിഞ്ഞ 7 വർഷമായി പാകിസ്ഥാൻ ഓരോ വർഷവും ഓഗസ്റ്റ് 5 കറുത്ത ദിനമായി അഥവാ ഇസ്തേസലായി ആചരിച്ചു വരുന്നുണ്ട്. ഇത്തവണയും പതിവ് പോലെ അവർ വലിയ നാടകങ്ങളൊക്കെയായി ഇറങ്ങി. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ കൈകടത്താൻ നോക്കിയ പാക് വിദേശകാര്യമന്ത്രിക്ക് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺധീർ ജയ്സ്വാൾ നൽകിയ മറുപടി ഉണ്ടല്ലോ, അത് കേട്ട് പാകിസ്ഥാന്റെ വായ അടഞ്ഞുപോയി എന്ന് വേണം പറയാൻ. മറ്റുള്ളവരുടെ രാജ്യത്തെക്കുറിച്ച് കുറ്റം പറയുന്നതിന് മുൻപ് സ്വന്തം രാജ്യത്ത് നടക്കുന്ന രക്തച്ചൊരിച്ചിലും പട്ടിണിയും ഒന്ന് അവസാനിപ്പിക്കാൻ നോക്ക് എന്നാണ് ഇന്ത്യ തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്നത്. സ്വന്തം നാട്ടിലെ ജനങ്ങളെ പട്ടിയെപ്പോലെ വെടിവെച്ച് കൊല്ലുന്നവർ കശ്മീരിന്റെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വരുന്നു. എന്തൊരു തമാശയാണിത്! ലോകത്തിനു മുന്നിൽ സ്വന്തം മുഖം രക്ഷിക്കാൻ പാകിസ്ഥാൻ നടത്തുന്ന ഇത്തരം നാടകങ്ങളുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. സ്വന്തം രാജ്യത്തെ ഭീകരവാദത്തിന്റെ ഫാക്ടറിയാക്കി മാറ്റി ജനങ്ങളുടെ മനുഷ്യാവകാശങ്ങളൊക്കെ കാറ്റിൽ പറത്തി രാജ്യം മുഴുവൻ കണ്ടു നിൽക്കെ സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ആ പാവം അവസ്ഥയിൽ നിന്നും ലോകത്തിന്റെ ശ്രദ്ധ തിരിക്കാൻ മാത്രമാണ് പാകിസ്ഥാൻ ഈ ഇസ്തേസൽ നാടകം കളിക്കുന്നത്. എന്നാൽ ഇന്ത്യ ഇതിന് നൽകിയ ചുട്ട മറുപടി ഒന്ന് കേട്ടു നോക്കണം. ജമ്മു കാശ്മീരും ലഡാക്കും എന്നും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. അതിൽ കൈകടത്താൻ പാകിസ്ഥാൻ ആരാണ്? സ്വന്തം നാട്ടിൽ ജനങ്ങൾക്ക് കുടിവെള്ളം പോലും കൊടുക്കാൻ ഗതിയില്ലാത്തവരാണ് ജമ്മു കാശ്മീരിലെ ജനാധിപത്യ ശാക്തീകരണത്തെക്കുറിച്ച് കുറ്റപ്പെടുത്താൻ വരുന്നത്. എന്തൊരു വിരോധാഭാസമാണിത്! ഏറ്റവും ഗൗരവമുള്ള മറ്റൊരു കാര്യം എന്തെന്നാൽ, പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലെ ജനങ്ങൾ പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ ക്രൂരമായ അടിച്ചമർത്തലിനെതിരെ തെരുവിൽ ഇറങ്ങി സമരം ചെയ്യുകയാണ്. ഉയർന്ന വൈദ്യുതി ബില്ലിനും വിലക്കയറ്റത്തിനുമെതിരെയും അടിസ്ഥാന അവകാശങ്ങൾ ചോദിച്ചും സമാധാനപരമായി പ്രതിഷേധിച്ച ജനങ്ങൾക്ക് നേരെ പാക് സുരക്ഷാസേന നടത്തുന്ന നരവേട്ട ലോകം മുഴുവൻ കാണുന്നുണ്ട്. സമാധാനപരമായി പ്രതിഷേധിച്ച നിരവധി ആളുകളെയാണ് പാക് പട്ടാളം നിഷ്കരുണം വെടിവെച്ച് കൊന്നത്. സ്വന്തം രാജ്യത്ത് പൗരന്മാർക്ക് നേരെ ടാങ്കറുകളും തോക്കുകളും ഒക്കെ ഉപയോഗിച്ച് ചോരപ്പുഴ ഒഴുക്കുന്നവർ മറ്റുള്ളവരുടെ രാജ്യത്ത് മനുഷ്യാവകാശത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ വരുന്നത് വെറും ഷോയ്ക്ക് വേണ്ടി മാത്രമാണ്. ഇതോടെ ഇവരുടെ നാടകത്തിന് തിരശീല വീണിട്ടൊന്നുമില്ല. ബലൂചിസ്ഥാൻ പ്രവിശ്യയിലും പാകിസ്ഥാൻ നടത്തുന്ന ഈ ക്രൂരതകൾ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ചയാവുകയാണ്. ബലൂച്ച് ജനതയുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നവരെയും സമാധാനപരമായി സമരം ചെയ്യുന്നവരെയും പാക് സൈന്യവും രഹസ്യാന്വേഷണ വിഭാഗവും ചേർന്ന് ബലമായി പിടികൂടി ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്.
ആംനസ്റ്റി ഇന്റർനാഷണൽ പോലുള്ള ലോക പ്രശസ്തമായ മനുഷ്യാവകാശ സംഘടനകൾ പോലും പാകിസ്ഥാന്റെ ഈ നരനശീകരണത്തിനെതിരെ ശക്തമായ ഭാഷയിലാണ് രംഗത്ത് വന്നിരിക്കുന്നത്. സ്വന്തം മണ്ണിൽ ബലൂച്ച് ജനതയുടെയും പഷ്തൂണുകളുടെയും രക്തം വീഴ്ത്തുന്ന ഭരണകൂടത്തിന് എന്ത് അർഹതയാണ് ഇന്ത്യയെ വിരട്ടാനുള്ളത്? മുൻകൂട്ടി തയ്യാറാക്കിയ ഈ നയതന്ത്ര നാടകങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറണമെന്നും സ്വന്തം മണ്ണിലെ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കാനുമാണ് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാന വശമുണ്ട്. ലോകത്തിന്റെ ഏത് കോണിൽ ചെന്ന് നോക്കിയാലും ഭീകരവാദത്തിന്റെ ഉത്ഭവസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉണ്ടാകൂ, അത് പാകിസ്ഥാനാണെന്ന്. സ്വന്തം മണ്ണിൽ വളരുന്ന തീവ്രവാദ ക്യാമ്പുകളെ നിയന്ത്രിക്കാൻ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാത്ത ഭരണകൂടം അന്താരാഷ്ട്ര വേദികളിൽ ചെന്ന് വലിയ വർത്തമാനങ്ങൾ പറയുന്നത് തന്നെ കേവലം കാപട്യം മാത്രമാണ്. പട്ടിണിയും തൊഴിലില്ലായ്മയും കാരണം പൊറുതിമുട്ടിയ അവിടുത്തെ സാധാരണ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് സർക്കാർ ഇത്തരം വിദേശ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നത്. സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും കണ്ടറിഞ്ഞ് നടപ്പിലാക്കാൻ സാധിക്കാത്തവർ അയൽ രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ തലയിടുമ്പോൾ അത് ലോകത്തിന് മുന്നിൽ അവരുടെ പരിഹാസ്യമായ അവസ്ഥയാണ് വെളിച്ചത്ത് കാണിക്കുന്നത്. കൂടാതെ പാകിസ്ഥാനോട് ഇന്ത്യ വളരെ വ്യക്തമായ ചില കാര്യങ്ങൾ കൂടി ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യ വിരുദ്ധ തീവ്രവാദ ശൃംഖലകൾക്ക് സ്വന്തം മണ്ണിൽ പരിശീലനവും പണവും നൽകി വളർത്തുന്നത് നിർത്തണമെന്നും അല്ലാത്തപക്ഷം അതിൻ്റെ ഭീകരമായ ഫലം അവർക്ക് തന്നെ അനുഭവിക്കേണ്ടി വരുമെന്നും ഇന്ത്യ തുറന്നുകാട്ടി. നിയമവിരുദ്ധമായും ബലപ്രയോഗത്തിലൂടെയും പാകിസ്ഥാൻ കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്ന എല്ലാ ഇന്ത്യൻ പ്രദേശങ്ങളും എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞുകൊടുക്കുന്നതാണ് പാകിസ്ഥാന് നല്ലത്. ലോകം മുഴുവൻ പാകിസ്ഥാന്റെ ഈ കപടവേഷവും നുണപ്രചാരണങ്ങളും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതിനാൽ ഇത്തരം വില കുറഞ്ഞ നാടകങ്ങൾ കൊണ്ട് ഇനി ആരെയും കബളിപ്പിക്കാൻ കഴിയില്ല. സ്വന്തം രാജ്യത്ത് പട്ടിണി കിടക്കുന്ന ജനങ്ങൾക്ക് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വഴിയറിയാതെ നിൽക്കുമ്പോൾ കശ്മീരിന്റെ പേരിൽ വെറുതെ കാശ് മുടക്കി ഇത്തരം കോപ്രായങ്ങൾ കാണിക്കുന്നത് പാകിസ്ഥാൻ ഭരണാധികാരികളുടെ പൊട്ടത്തരമല്ലാതെ മറ്റെന്താണ്? ചരിത്രത്തിന്റെ ഏടുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, ഇന്ത്യ എക്കാലത്തും സമാധാനത്തിന്റെയും അയൽപക്ക ബന്ധങ്ങളുടെയും വക്താവായിട്ടാണ് നിലകൊണ്ടിട്ടുള്ളത്. എന്നാൽ ആ സമാധാനത്തെ ഞങ്ങളുടെ ദൗർബല്യമായി കാണാൻ ആരെങ്കിലും മുതിർന്നാൽ അതിനുള്ള കൃത്യവും ശക്തവുമായ മറുപടി നൽകാൻ ഭാരതം ഒരിക്കലും മടിച്ചിട്ടില്ല. പാകിസ്ഥാൻ ഭരണാധികാരികൾ നടത്തുന്ന ഇത്തരം ശ്രമങ്ങൾ സ്വന്തം രാജ്യത്തെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ആ ഒരു പഴയ തന്ത്രം മാത്രമാണ്. ആ തന്ത്രം ഇന്ന് ആഗോളതലത്തിൽ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു. അന്താരാഷ്ട്ര വേദികളിൽ പോലും പാകിസ്ഥാന്റെ വാദങ്ങൾക്ക് യാതൊരു വിലയും ലഭിക്കാത്ത അവസ്ഥയാണ് ഇന്നുള്ളത്. അയൽരാജ്യമായ അഫ്ഗാനിസ്ഥാനുമായുള്ള ബന്ധത്തിലും താലിബാൻ ഭരണകൂടവുമായുള്ള പ്രശ്നങ്ങളിലും പാകിസ്ഥാൻ ഇന്ന് കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഭീകരവാദത്തെ സ്വന്തം നയപരമായ ആയുധമായി ഉപയോഗിച്ചതിൻ്റെ ദുരന്തഫലമാണ് ഇന്ന് പാകിസ്ഥാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം മണ്ണിൽ വളർത്തിയെടുത്ത ഭീകര സംഘടനകൾ തന്നെ ഇന്ന് പാക് സൈന്യത്തിന് നേരെ തിരിഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. തെഹ്രീക്ക് ഇ താലിബാൻ പാകിസ്ഥാൻ പോലുള്ള സംഘടനകൾ പാക് സൈന്യത്തിന് മേൽ തുടർച്ചയായി നടത്തുന്ന ആക്രമണങ്ങൾ അവിടുത്തെ ആഭ്യന്തര സുരക്ഷ പൂർണ്ണമായും തകർന്നുവെന്നതിൻ്റെ തെളിവാണ്. ഇത്തരം കടുത്ത ആഭ്യന്തര അരക്ഷിതാവസ്ഥയിൽ നിന്നും പട്ടിണിയിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാനാണ് കശ്മീർ വിഷയം അവർ നിരന്തരം ഉയർത്തിക്കാട്ടുന്നത്. എന്നാൽ ഇന്ത്യയുടെ വിദേശകാര്യ നയത്തിൻ്റെയും സൈനിക ശക്തിയുടെയും മുന്നിൽ ഇവരുടെ ഈ വില കുറഞ്ഞ തന്ത്രങ്ങൾ ഒന്നും തന്നെ ഏശുന്നില്ല എന്ന് മാത്രമല്ല, അന്താരാഷ്ട്ര വേദികളിൽ പാകിസ്ഥാൻ കൂടുതൽ ഒറ്റപ്പെടുകയും ചെയ്യുന്നു. കശ്മീരിലെ ജനങ്ങൾ ഇന്ന് ഇന്ത്യയോടൊപ്പം ചേർന്ന് വികസനത്തിന്റെയും ജനാധിപത്യത്തിന്റെയും പാതയിലൂടെ മുന്നോട്ട് കുതിക്കുമ്പോൾ പാക് അധീന കശ്മീരിലെ ജനങ്ങൾ സ്വാതന്ത്ര്യത്തിനും അടിസ്ഥാന ആവശ്യങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ പാകിസ്ഥാൻ ഭരണാധികാരികൾക്ക് ഇനിയും സാധിച്ചിട്ടില്ല എന്നത് അവരുടെ രാഷ്ട്രീയ അന്ധതയെയാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകാൻ കഴിയാത്ത പാകിസ്ഥാൻ പോലുള്ള ഭരണകൂടങ്ങൾ ഇന്ത്യയെ പോലൊരു ശക്തമായ രാജ്യത്തിനെതിരെ തിരിയുമ്പോൾ അവരെ എങ്ങനെയാണ് നേരിടേണ്ടത്? തീർച്ചയായും ഇന്ത്യയുടെ ഈ ശക്തമായ നിലപാട് ഓരോ ഇന്ത്യക്കാരൻ്റെയും അഭിമാനം വാനോളം ഉയർത്തുന്ന ഒന്നാണ്. പാകിസ്ഥാന്റെ ഈ ദയനീയമായ ഇരട്ടത്താപ്പിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു സുപ്രധാന ചർച്ചാ വിഷയവുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.